ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പാപഭാരത്തിൽ ആഴ്ന്നു പോയവരെന്ന് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ നീതീകരണത്തെ പറ്റി ഇന്ന് അറിയുക. ഈ വീഡിയോ നിങ്ങളെ അതിന് സഹായിക്കട്ടെ. അതിനായി കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിന്റെ 5:21 ഇപ്രകാരം പറയുന്നു: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പൊരുൾ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് കാൽവരിയിൽ കർത്താവിന്റെ പുത്രന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയതാണ് ദൈവത്തിന്റെ നീതീകരണ പ്രവൃത്തി. മനുഷ്യരെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി മാറിയപ്പോൾ, ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ, വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടത്ര വിശുദ്ധി മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ, കർത്താവ് ഒരുക്കിയ ഒരു വലിയ പദ്ധതിയാണ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് മനുഷ്യന്റെ പാപങ്ങൾ കഴുകുക എന്ന പ്രവൃത്തി. ദൈവപുത്രനായിരിക്കെ തന്നെ ഈശോ ചെയ്തത് എന്താണ്? യേശു ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഏറ്റവും അധികം ക്രൂശിൽ അനുസരണയോടെ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ച് പാപികളായ നമ്മെ സകല നന്മകളും ലഭിക്കത്തക്കവരാക്കി വിശുദ്ധനായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കത്തക്കവണ്ണം നമ്മെ ഒരുമിപ്പിച്ചു. ഇത് ഈ കർത്താവിന്റെ നീതീകരണ പ്രവൃത്തി ഇപ്പോൾ തന്നെ നാം വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നാം പാപഭാരത്തിൽ ഇരിക്കേണ്ടുന്നവരല്ല. ശത്രുവായവൻ ആദ്യം മുതൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയെ സംശയപ്പെടുത്തിയതുപോലെ നമ്മുടെ മനസ്സിൽ നിരന്തരം പാപബോധവും കുറ്റബോധവും കൊണ്ടിട്ടുകൊണ്ടേയിരിക്കുന്നു. അവൻ നിരന്തരം നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നാം ദൈവത്തിനോട് ചേരേണ്ടവരല്ല എന്നും നാം ഒരിക്കലും ദൈവം നമ്മോട് ക്ഷമിക്കുകയില്ല എന്നും നമ്മുടെ മനസ്സിൽ പറഞ്ഞ് നമ്മെ വിഷമിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, നാം ഈ നിമിഷം അതിൽ നിന്നും പുറത്തു വരിക. പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച്, നമ്മുടെ മനസ്സിലെ കുറ്റബോധത്തെ പൊട്ടിച്ച് നാം പുറത്തു വരിക. കർത്താവിന്റെ നീതീകരണ പ്രവൃത്തി 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ക്രൂശിൽ സാധിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് ആ വിശ്വാസത്തിൽ നമുക്കിന്ന് നീതീകരണമുണ്ട്. നാം നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിക്കരുത്. നാം കർത്താവിന്റെ നീതീകരണത്തിൽ ആശ്രയിക്കുക. എങ്ങനെയാണ്? പാപികളായിരിക്കുന്ന നാം നിരന്തരം പാപം ചെയ്യുന്നവരാണ്. ഇന്നത്തെ ലോകത്തിൽ പാപം ചെയ്യാതിരിക്കുന്നത് വളരെ പ്രയാസമാണ്. നാം കണ്ണുകൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ട് നമ്മുടെ ചെവി കൊണ്ട് നമ്മുടെ കാലടികൾ പലതും കൊണ്ട് നാം പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിൽ വിശ്വസിക്കുക. നമുക്ക് ഇന്ന് നീതി ഉണ്ട് എന്ന് നമ്മുടെ വായ് കൊണ്ട് ഏറ്റു പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിയിൽ നാം നിരന്തരം പറയുക, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് പാപമോചനമുണ്ട്. ദരിദ്രരായിരിക്കുന്ന നാം ക്രൂശിനെ നോക്കി ധ്യാനിക്കുക. യേശു ക്രൂശിൽ ദരിദ്രനായി തീർന്നതിനാൽ നാം ഇന്ന് സമ്പന്നരാണ് എന്ന് ഏറ്റുപറയുക. അതാണ് കർത്താവിന്റെ നീതീകരണ പ്രവൃത്തി. രോഗികളായിരിക്കുന്നുവോ, രോഗഭാരത്താൽ നിങ്ങൾ വേദനിക്കുന്നുവോ, നിങ്ങൾ ക്രൂശിതനെ ധ്യാനിക്കുക. അവന്റെ തകർന്ന ശരീരമാണ് നമ്മുടെ സൗഖ്യത്തിന്റെ അടയാളം. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ കർത്താവ് അവന്റെ ശരീരം നുറുക്കിയത് നമ്മുടെ രോഗസൗഖ്യത്തിനായാണ്. ഏറ്റുപറയുക, നമ്മുടെ ശരീരത്തിൽ രോഗം വാഴുന്നില്ല, നമ്മുടെ ശരീരത്തിൽ രോഗം വാഴുകയില്ല എന്ന് ഏറ്റുപറയുക. ഇത് കൃപയാലാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. സ്വയം പാപികളെന്ന് വിചാരിച്ചിരിക്കാതെ, സ്വന്തം നീതിയിൽ ആശ്രയിക്കാതെ, ദൈവം നമുക്കായി തന്ന പുത്രനിൽ വിശ്വസിക്കുക. അപ്പന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. അപ്പനോട് ചേർന്ന് വരിക. നിങ്ങൾ ഈ നിമിഷം അപ്പന്റെ നീതീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ഏറ്റുപറയുക. ആമേൻ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.